കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി മലയാള സാഹിത്യം മേതിലിനൊപ്പം വേറിട്ട് നടക്കുന്നു. അഥവാ മേതിൽ മലയാള സാഹിത്യത്തിനൊപ്പം വേറിട്ട് നടക്കുന്നു. എഴുത്തുകാരുടെ എഴുത്തുകാരൻ എന്ന വിശേഷണം എല്ലാവർക്കും വന്നു ചേരുന്ന ഒന്നല്ല. പക്ഷേ അക്ഷരാർത്ഥത്തിൽ എല്ലാ എഴുത്തുകാരും തങ്ങളുടെ എഴുത്തുകാരനായി അംഗീകരിച്ച ചുരുക്കം ചില എഴുത്തുകാരിൽ ഒരാളാണ് മലയാളത്തിൻ്റെ സ്വന്തം മേതിൽ. മേതിൽ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. പൊൻകുന്നമർക്കിയുടെ ആത്മകഥ എൻ്റെ വഴിത്തിരിവ്. ആ ആത്മകഥയെ വിമർശിച്ചുകൊണ്ട് ഒരു 10ാം ക്ലാസ്സുകാരൻ പയ്യൻ നവയുഗം വാരികയിലേക്ക് ഒരു ലേഖനം അയക്കുന്നു. ആ പയ്യൻ പ്രീ യൂണിവേഴ്സിറ്റി എത്തുന്ന സമയത്ത് നവയുഗത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ആ ലേഖനം അച്ചടിച്ചു വരുന്നു. അവിടെ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു പേരുണ്ട്, മേതിൽ രാധാകൃഷ്ണൻ. അത് ഒരു പ്രധാന സന്ദർഭമായിരുന്നു. കാരണം ആ പ്രായത്തിൽ പ്രചോദനം, പ്രേരണ, അവസരം ഇതൊക്കെ ആൾക്കാരിൽ നിന്ന് കിട്ടുക എന്നത് വളരെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഞാൻ ആദ്യം എഴുതിയത് ഒരു വിമർശനമായിരുന്നു. ഞാൻ അപ്പോൾ രംഗപ്രവേശം ചെയ്തത് ശരിക്കും ഒരു വിമർശകനായിട്ട്. അപ്പോൾ എവിടെയാ പഠിച്ചുകൊണ്ടിരുന്നതെന്ന്? ആലത്തൂർ നെല്ലിക്കലിടം ഹൈസ്കൂൾ. പക്ഷെ ആ സ്കൂളിൽ ഏറ്റവും അധികം പ്രതിഫലിച്ചിരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു തുടർച്ചയാണ്. ഗേറ്റ് കടന്ന ഉടനെ മുന്നിൽ ഒരു ഗാന്ധിയുടെ പ്രതിമയാണ് കാണുന്നത്. മറ്റേ കാമ്പസിക്ക് കടന്ന ഇടത് ഭാഗത്ത് എന്തായിരുന്നു, വലിയ ഹാളുണ്ടായിരുന്നു. ആ വലിയ ഹാളിൽ മുഴുവൻ ഓടങ്ങളായിരുന്നു, നെയ്ത്ത് യന്ത്രങ്ങളായിരുന്നു. ആഴ്ചയിൽ 2 അവറോ 1 അവറോ ക്രാഫ്റ്റ് എന്നുള്ള പേരിലാണ് പറയുക. ഞങ്ങൾ പോയി ഖദർ ഞങ്ങൾ നെയ്യുമായിരുന്നു. പ്രീ യൂണിവേഴ്സിറ്റി മുതൽ പഠിക്കുന്നത് ഏത് കോളേജിലാണ്? പ്രീ യൂണിവേഴ്സിറ്റിയും BA-യും ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കോളേജായിരുന്നു. അതൊരു കുടുംബം പോലെയായിരുന്നു ആ കോളേജ്. അത് കഴിഞ്ഞ് ദേശാഭിമാനി വർക്ക് ചെയ്ത ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞ് പിന്നത്തെ വർഷമാണ് കേരളവർമ്മ കോളേജിൽ. ഡിഗ്രി കാലത്താണ് ഒക്ടോപ്പസിൻ്റെ ശവം, അതാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്ന കഥ, ഒക്ടോപ്പസിൻ്റെ ശവം. അപ്പോൾ കോളേജിലെത്തുമ്പോഴേ മേതിൽ രാധാകൃഷ്ണൻ ഒരു സാഹിത്യ സെലിബ്രിറ്റി ആയിട്ടുണ്ട്. അന്ന് ഞാൻ BA-ക്ക് പഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള എല്ലാവർക്കും എന്നെ അറിയായിരുന്നു. കാരണം ഒരിക്കൽ ഞാൻ BA ഫസ്റ്റ് ഇയറാണ് പഠിക്കുമ്പോൾ പുരോഗമന സാഹിത്യ സമ്മേളനത്തിൽ CH മേനോൻ്റെ ക്ഷണത്തോടുകൂടി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സൂര്യവംശം ഡിഗ്രി BA എക്കണോമിക്സ്. സൂര്യവംശം ഞാൻ BA ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ തുടങ്ങി. പിന്നെ എനിക്ക് അത് കഴിഞ്ഞ ഉടനെ ഞാൻ ദേശാഭിമാനി ചേരുന്നു. അപ്പോൾ പിന്നെ അത് കണ്ടിന്യൂ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നത്തെ വർഷം കേരളവർമ്മ കോളേജിൽ നിന്നു. ആണത് കണ്ടിന്യൂ ചെയ്യാനൊരു തോന്നലുണ്ടായത്. ആ സമയത്ത് എന്തിനോടും വെറുപ്പും പലതിനോടും വളരെ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടായി. മൈ ടോട്ടൽ ഇൻറ്റൻഷൻ വാസ് ഡിസ്ട്രക്ഷൻ. സൂര്യവംശം ഒരു നല്ല സാഹിത്യകൃതി ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. ഖസാക്കിന്റെ ഇതിഹാസം അതിലൊരു പരോക്ഷമായി ഇടപെടുന്നു എന്ന് ഇല്ലില്ല, എനിക്കാണ് തോന്നിയിട്ടില്ല. അത് ചിലരങ്ങനെ എഴുതി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം സൂര്യവംശം തമ്മിൽ ഒരു കണക്ഷനുമില്ല. അത് വിജയൻ അദ്ദേഹത്തിൻ്റെ ഭാഷ, എനിക്ക് എൻ്റെ ഭാഷ, രണ്ടുപേരും ലോകം വളരെ കൃത്യമാണ്. അപ്പോൾ വിജയൻ്റെ ഭാഷ എനിക്ക് പ്രശ്നമായിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ഭാഷയുണ്ട്. അത് വിജയന് മുമ്പ് തുടങ്ങിയതാണ്. അത് വിജയൻ ഒരു കാലത്ത് എഴുതിയിട്ട് പല കഥകൾ എഴുതിയിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഖസാക്ക് എഴുതുന്നത്. അപ്പോൾ
വിജയൻ്റെ ഇതിലുള്ള സ്വാധീനം ഭാഷയുടെ ഇതൊന്നും എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. സംഘടനകളും സർക്കാരും ഒക്കെ വെച്ച് നീട്ടിയ പുരസ്കാരങ്ങളൊക്കെ മേതിൽ തട്ടിത്തെറിപ്പിച്ചു. ഇതിൽ ആവശ്യമില്ലായിരുന്നു പുരസ്കാരങ്ങളുടെ ഭാരവും. എനിക്കത് ഒരു കോമ്പറ്റീഷൻ വരെ കാണാൻ പറ്റില്ലായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ അപകടം. ഇത് മത്സരമല്ലല്ലോ, ഇതൊരു ജീവിതത്തിൽ ഇത് ക്രിയാത്മകമായ ഇത് മത്സരിക്കുകയല്ലോ നമ്മൾ. ഇതിൽ നമ്മുടെ വൈവിധ്യത്തിലൂടെ കടന്നു പോകുന്നത്. സത്യം പറഞ്ഞ് ഓരോ എഴുത്തുകാരനും ഓരോ വ്യത്യസ്ത കളിയാണ് കളിക്കുന്നത്. ഇതിൽ പ്രൈസ് എവിടെ? ഒരാൾ ക്രിക്കറ്റ് കളിക്കുന്നു, ഒരാൾ സോക്കർ കളിക്കുന്നു, ഒരാൾ ഹോക്കി കളിക്കുന്നു. ഇതിന് ഏത് ബേസിലാണ് പ്രൈസ് കൊടുക്കുന്നത്? അങ്ങനെ ഒരുപാട് ടെക്നിക്കലായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ സമ്മാനം കിട്ടിയ പുസ്തകങ്ങളൊക്കെ ശരിക്കും അത് അർഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് നിരീക്ഷണത്തിൽ അവർക്കുള്ള ഒരുപക്ഷെ ഈ സമ്മാനത്തിൽ പറയുന്നത് എൻ്റെ പുസ്തകം അത്ര നന്നായിട്ടില്ലെന്നായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ശരിക്കും ചില ഏതായാലും ആ കോമ്പറ്റീഷൻ എന്നുള്ള ഒരു പരിപാടി എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എഴുത്ത് പിന്നെ പ്രകൃതിയുമായി വൈവിധ്യം വേണം, എഴുത്ത് വൈവിധ്യം വേണം. അതിൽ കമ്പാരിസൺ ഇല്ല. ഉറുമ്പോ മെടുക്കൻ മൊയിലോ മെടുക്കൻ കമ്പാരിസൺ ഇല്ല. രണ്ടും രണ്ടാണ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ കമ്പാരിസൺ എന്നുള്ള സംഭവം നമ്മൾ എഴുത്തുകളാണ് ആദ്യം. മേതിൽ കഥകൾ കളക്ട് ചെയ്ത സമയത്ത് മേതിൽ അത് സമർപ്പിച്ചിരിക്കുന്നത് പ്രഭയ്ക്കാണ്. അതെ, മേതിൽ ജീവിതത്തിൻ്റെ ഒരു പ്രഭ നിലനിർത്തിയത് പ്രഭയായിരുന്നു. അന്ന് ഞാൻ എഴുതിയ എല്ലാ കഥകളും എഴുതിയതെല്ലാം പ്രഭ വായിച്ചിട്ട് പോയിട്ടില്ല. ചില സമയത്ത് പ്രഭ പറയുന്ന സാധനം രാധാട്ടായി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പറയും അവളോട് വെട്ടിക്കളയാൻ. അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ റോള് പോലെ ഉള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടുപേര്. കാരണം അവൾ പ്രവർത്തിച്ചിരുന്നു, ഞാനും പ്രവർത്തിച്ചിരുന്നു. അത് ഞങ്ങളുടേത് പ്രേമവിവാഹമൊന്നും ആയിരുന്നില്ല. ജസ്റ്റ് ഒരാളെ പരിചയപ്പെടുന്നു. അത് ഞാൻ എൻ്റെ വിവാഹ തീയതി നിശ്ചയിച്ച ശേഷമാണ് എൻ്റെ പ്രഭയെ ആദ്യമേ കാണുന്നത്. തീയതി നിശ്ചയിച്ചു. എന്താ അവര് ഗൾഫിൽ നേഴ്സായിരുന്നു അതെ പ്രഭ. അതെ. അവര് ഒരു നല്ല കരിയർ അക്കാലത്ത് ഒരു പെൺകുട്ടിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത് അവർ കുവൈറ്റിൽ ഏറ്റവും നല്ല നഴ്സായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സമ്മാനം കൊടുത്തില്ല, പക്ഷെ സമ്മാനം ഇന്ത്യക്കാർ കൊടുക്കില്ല അവർ. മേതിൽ സ്വപ്നങ്ങളോട് വളരെ അടുത്ത് നിന്ന് സഹകരിച്ച ഒരാളായിരുന്നു പ്രഭ. സിനിമ പഠിക്കാനും സിനിമയെ ഒരു സംവിധായകനാകാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അമേരിക്കയിൽ പോയിട്ട് MFA ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. അപ്പം കുറേ അതിനുവേണ്ടി ഫിലിം എടുക്കണം. നമ്മളെടുത്ത് പോർട്ട്ഫോളിയോ ആയിട്ട് നമ്മൾ ചെയ്ത് സാറിന് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ എനിക്ക് അമേരിക്കയിൽ വളരെ ഉയർന്ന പല ഇത് കിട്ടി, പക്ഷേ എനിക്ക് വിസ കിട്ടിയില്ല. അതൊരു സ്വപ്നമായിരുന്നു. ആക്ച്വലി വളരെ സ്വപ്നമായിരുന്നു. ആ വിസ കിട്ടാതെ ഞാൻ ശരിക്കും തകർന്നു പോയാൽ ജീവിതത്തിൽ വളരെ ചുരുക്കം നിമിഷങ്ങളിൽ ഞാനങ്ങനെ അത് എൻ്റെ ലൈഫിനെ കംപ്ലീറ്റ് മാറ്റിപ്പോയി. കാരണം ഞാൻ ഇതിനു വേണ്ടി എൻ്റെ മനസ്സും എൻ്റെ സമ്പത്തും എല്ലാം അതിനു വേണ്ടി ചേർത്ത് വെച്ചതായിരുന്നു. മാനസികമായിട്ട്, ഫൈനാൻഷ്യലായിട്ട് എല്ലാ വിധത്തിലും ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. പക്ഷേ പറ്റിയില്ല. ഈ ബാൻഡ് ഇതൊരു ഉറപ്പാണ് മേതിലിന്. ഇത് എൻ്റെ മോള് ക്യാൻസർ, അതും ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ആയ ശേഷം ഒരു ഘട്ടത്തിൽ വെച്ച് മുടികളെല്ലാം പൊഴിഞ്ഞ്
കഷൻ്റെ പയ്യൻ മുട്ടക്കുട്ടിയായി. പിന്നെ മുട്ടക്കുട്ടി തലമുടി വളരാൻ തുടങ്ങി. അപ്പോൾ വളരാൻ തുടങ്ങിയ ശേഷം അവൾ ചേർത്ത് കെട്ടാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു നൂൽ ബന്ധമാണ്. ഈ ബാൻഡ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2 മരണങ്ങൾക്കിടയിലെ മേതിലിനെയാണ്. പ്രഭ എന്ന് പറയുന്ന വലിയൊരു പ്രഭാവലയം, ജൂൺ എന്ന് പറയുന്ന ഒരു മൺസൂൺ കാലം. ഇപ്പോഴും എനിക്കത് ഇപ്പോഴും ചെയ്യാൻ പറ്റില്ല. പ്രഭയായിട്ട് മരണമായിട്ട് കുറേയൊക്കെ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റും. കാരണം അവൾ അൽഷൈമർ ആയിരുന്നു. എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള മനസ്സ് ഒരിതായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മോളിൽ എങ്ങനെ വെച്ചാൽ, ഞാൻ ചായ ഉണ്ടാക്കിയാലേ മോൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. കാപ്പി അമ്മയ്ക്ക് മോളുണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ രാവിലെ കാപ്പി കൊണ്ടുവന്ന് എന്നെ വിളിക്കും. ഒരു ദിവസം കാപ്പി കുടിച്ച് കഴിഞ്ഞ് എനിക്ക് തന്ന ശേഷമാണ് അവൾ വളരെ സുഖമില്ലാതെ ബെഡിൽ പോയി കിടന്നത്. ലാസ്റ്റ് കോഫിയായിരുന്നു. പിന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് അതേമാതിരി വളരെ ദിവസങ്ങൾ, ആഴ്ചകൾ മരണം. ഇത് പക്ഷെ മോളത് അവൾ ചെറുപ്പമായതുകൊണ്ടും എനിക്ക് അതൊരിക്കലും പൊരുത്തപ്പെടാൻ ഒരിക്കലും പറ്റില്ല. ഇവിടെ ഒരു വവ്വാലില്ല. ആ, ഇതിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ലേഖനമാണത്. അതെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മേതിലിനൊരു വവ്വാൽ ജന്മമാണെന്ന്. ലോകത്തെ തലകീഴായിട്ട് കാണുന്നു. മേതിലിൻ്റെ ഒരു ഉറക്കമൊക്കെ വളരെ വിചിത്രമാണ്. എനിക്ക് പൊതുവെ ഉറക്കം അങ്ങനെയില്ല. എനിക്ക് ആഹാരം ഉറക്കമൊന്നും ഇതുവരെ അങ്ങനെയാണ്. എനിക്ക് മറ്റുള്ളവരുടെ അത്രയും ഇങ്ങനെ ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. ഉറക്കം എൻ്റെ പറയാൻ പറ്റില്ല. ചില ദിവസം ഞാൻ ഉറങ്ങിയതായിരുന്നു, ചില ദിവസം ഉറക്കം വരില്ല. ഇറ്റ് വാസ് ഇല്ല, നോയ്സി ആയിരിക്കും ഉറക്കം. അതിലെന്തെങ്കിലും സ്വപ്നങ്ങളല്ല, അതിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതാണ്. എൻ്റെ പല സ്വപ്നങ്ങളും അങ്ങനെ ശബ്ദരേഖകൾ മാത്രമേ ഉള്ളൂ. മേതിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സത്യത്തിൽ എന്തായിരുന്നു മേതിൽ രാധാകൃഷ്ണൻ എന്നത്? അങ്ങനെയൊക്കെ തോന്നില്ല. എനിക്കിപ്പോൾ ഞാൻ എനിക്ക് ഫിലിം മേക്കറാകാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടം ഇത് എപ്പോഴും ഉണ്ട്. പിന്നെ അതിനും കുഴപ്പത്തിനുണ്ടായി. ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ ഈ എൻജിനീയറിങ് എനിക്കിത് ഉള്ള താല്പര്യമാണ്. ഞാൻ ജനിച്ചത് എൻജിനീയറാവാൻ വേണ്ടിയായിരുന്നു, പക്ഷെ ആയില്ല. അതിൽ സങ്കടമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എഴുത്തിന് എൻജിനീയറിങ് പറഞ്ഞു. എൻ്റെ എഴുത്ത് എൻജിനീയറിങ്ങാണ്. ഇറ്റ് ഈസ് നോട്ട് എസ്തെറ്റിക്സ്, ഇറ്റ് ഈസ് എൻജിനീയറിങ്. പക്ഷേ എൻ്റെ ലൈഫ് ടോട്ടലി ആലോചിച്ച് വന്ന മുഴുവനായിട്ട് എന്ത് പറയുന്നു മേതിൽ സ്വന്തം ജീവിതത്തേക്ക് തിരിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ വിലയിരുത്തുന്നു. ഞാൻ പറയും, ഞാൻ യാതൊരു സംശയമില്ലാതെ പറയും ടോട്ടൽ വേസ്റ്റ്. അതെന്താ അങ്ങനെ തോന്നാൻ? എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് പറയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ എഴുത്തുകാരുടെ എഴുത്തുകാരനായിട്ടും നിഗൂഢതകളുടെ എഴുത്തുകാരനായിട്ടും ഒരിക്കൽ പോലും എഴുത്തിൻ്റെ പോപ്പുലാരിസത്തിൽ വിരാജിക്കാത്ത ഒരാളായിട്ടൊക്കെയാണ് മേതിലിനെ കാണുന്നത്. അത് ശരി. എനിക്ക് പോപ്പുലാരിറ്റിയിൽ യാതൊരു എനിക്ക് താല്പര്യമില്ല. എനിക്ക് പലപ്പോഴും ഞാനെപ്പോഴും ന്യൂനപക്ഷമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഡെമോക്രസി പോലെ എനിക്ക് സംശയമുള്ളത്. ഡെമോക്രസി ഭൂരിപക്ഷത്തിൻ്റെയാണ്. ഭൂരിപക്ഷം എങ്ങനെ ശരിയാവുമെന്നുള്ള സംശയം വരും. അതൊരു ഉദാഹരണം പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ പറയുകയല്ല. ഞാൻ വിചാരിക്കുന്ന ന്യൂനപക്ഷമാണ് ശരി. ഏതിൽ ന്യൂനപക്ഷമാണ് കറക്റ്റ്. ഏത് ഫീൽഡ് എടുത്താലും ഒരു ഒപ്പീനിയൻ, ന്യൂനപക്ഷത്തിൻ്റെ ഒപ്പീനിയനായിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ രീതി പോപ്പുലാരിറ്റി ഈസ് നോട്ട് സംതിങ് ഐ സോട്ട്. സ്വയം മുരുകലിൻ്റെ ചാലക ശക്തിയിൽ ചരിക്കുന്ന ഒരു പ്രതിഭാസമാണ് യഥാർത്ഥ കവിത. മേതിലിൻ്റെ നിർവചനമാണ് കവിതയെക്കുറിച്ച്. നമുക്ക് പുറത്തു നിന്നൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് എന്താ പറയുക, ഇറ്റ് ഈസ് ലൈക്ക് കമ്പ്യൂട്ടർ. അത് എ സിയും DC തമ്മിലുള്ള വ്യത്യാസമാണ്.
ചില ഇംഗ്ലീഷ് വാക്കുകളുടെ വളരെ എക്സാക്റ്റ് ആയിട്ടുള്ള മലയാളം ഞാൻ കേട്ടത് ഇതിൽ നിന്നാണ്. മൊണ്ടാഷ്, സംയുക്ത രേഖ, ഈർമ്മം, ട്രോമ, ഡെഡ് ലൈൻ, മൃതരേഖ, ഇതൊക്കെ മേതിൽ എഴുതിയിട്ടുണ്ട്. എഴുതുന്ന സമയത്ത് ഒരു ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ള, ഭാഷാപരമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭാഷാ മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു മേതിലിനെ കാണാം. അത് ഭാഷയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് വിചാരിക്കുന്നു. ഒരു സംഗീതകാരന് വോയിസ് അല്ലേ ഇമ്പോർട്ടൻ്റ്. അയാൾ എന്ത് പാടുന്നു, ഏത് പാട്ട് പാടുന്നു എന്നുള്ളതല്ല, അയാളുടെ വോയിസാണ് അയാളുടെ മീഡിയം. ആ വോയിസ് നല്ലതാണെങ്കിൽ അയാൾ ഏത് പാട്ട് പാടിയാലും നന്നായിരിക്കും. അതിൻ്റെ ആ സ്ഥാനമാണ് ഭാഷയ്ക്കുള്ളത്. ഇതെല്ലാം ഭാഷയാണ്. എഴുത്തെന്ന് പറയുന്നത് ഭാഷയാണ്. മറ്റേതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതിവൃത്തങ്ങൾ. അത് ചുറ്റും ഉണ്ടാവുന്നു, മനുഷ്യ സമൂഹത്തിലുണ്ടാവണം, മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭാഷയിലൂടെയുള്ള ഭാഷ മാധ്യമമാണ് ഇരിക്കാൻ. അതേപോലെ തന്നെ മേതിൽ വാശി പിടിക്കുന്ന ഒന്നാണ് വാമൊഴിയും വരമൊഴിയും. വരമൊഴിയാണ് മേതിലിൻ്റെ ഭാഷ എന്നും മേതിലിൻ്റെ മീഡിയം എന്നും പറയാറുണ്ട്. മേതിൽ വാമൊഴിയല്ല. അത് എൻ്റെ അടുത്ത് എനിക്ക് ഞാൻ ഈ വാമൊഴി സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ല. ഒന്നാമത് ക്യാരക്ടേഴ്സിനൊക്കെ എൻ്റെത് വളരെ കോസ്മോപോളിറ്റൻ ഇതായിട്ടുള്ള മെട്രോ റൈറ്റിംഗാണ്. സംഭാഷണം അല്ലാത്ത ഭാഗത്ത് അത് വാമൊഴിയാകരുത് എന്ന് വളരെ ശാഠ്യമായിരിക്കേണ്ടത്. എഴുത്തിൽ അത്രയും നിഷ്കർഷകൾ സൂക്ഷിക്കുന്ന മേതിൽ എപ്പോഴെങ്കിലും റിജക്ഷൻസ് നേരിട്ടിട്ടുണ്ടോ? എനിക്ക് എൻ്റെ അപ്രൂവലാണ് ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. സഖേതം തിരിച്ചേക്കൽ. അതേപോലെ തെറ്റ്. ഞാൻ ഒരു കവിത എഴുതുന്നു. അത് ചുറ്റും കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു കവിത എഴുതുന്നു, മേഘം. മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. എൻ വി കൃഷ്ണവാര്യരാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം റിജക്റ്റ് ചെയ്തു. പക്ഷെ അതേ കവിത ഞാൻ അന്ന് തിലകം എന്ന മാസികയുടെ പത്രാധിപരായിരുന്ന ജി ശങ്കരക്കുറുപ്പിന് അയച്ചു കൊടുത്തു. അദ്ദേഹം വളരെ നല്ല ആശയം, നല്ല ഭാവന, അങ്ങനെ എന്തോ പറഞ്ഞ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഒരിക്കലും വന്നിട്ടില്ല. ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് കളിക്കുന്നത് ഇറങ്ങിയിട്ടില്ല. എഴുത്തുകാരനല്ലാത്തൊരു മേതിൽ കോഴിക്കോട് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലൊരു കമ്പ്യൂട്ടർ സെൻറ്റർ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. I was surprised. There is a place in Calicut that teaches computer programming. അവിടെ കമ്പ്യൂട്ടറൊന്നുമില്ല. കമ്പ്യൂട്ടറൊന്നും വാങ്ങാൻ അവർക്ക് പറ്റില്ല. ഒന്ന് PC ഒന്നുമില്ല. വലിയ യന്ത്രങ്ങളാണ്. ഓൺലി വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ ഉണ്ടാവുള്ളൂ. എനിവേ എനിക്കത് പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നി. അന്ന് തൊട്ട് എൻ്റെ മാറിയുണ്ട് ചേഞ്ചിങ്. ബിക്കോസ് ദിസ് ഹാസ് ചേഞ്ച്ഡ് മൈ ലൈഫ്. ഇറ്റ് ഈസ് ഇൻ മൈ റൈറ്റിംഗ്. എല്ലാവർക്കും കാണാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഓരോ എഴുത്തിലും പിന്നിൽ കമ്പ്യൂട്ടറുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, അൽഗോറിതംസ്. ജീവിക്കാൻ പണം ആവശ്യമാണല്ലോ. യെസ്, വെരി മച്ച്. എങ്ങനെയാ അപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ റോയൽറ്റിയിൽ നിന്ന് കിട്ടിയിട്ടാണോ? ഇപ്പം എൻ്റെ മുമ്പിൽ അറിയില്ല, ഒരു ശൂന്യതയാണുള്ളത്. ഞങ്ങോട്ട് പോകും നിങ്ങളെ സാമ്പത്തികമായതിൻ്റെ ഇതൊക്കെ അതിനെക്കുറിച്ച് അറിയില്ല. ഈ കാര്യത്തിൽ എൻ്റെ കണ്ണുകൾക്ക് ഐ വിഷൻ പ്രോബ്ലമുള്ളതുകൊണ്ട് അത്ര നേരം കമ്പ്യൂട്ടറിൽ എനിക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല. അനുവാദമില്ല. ഡോക്ടേഴ്സ് അനുവദിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ ടൈം, സ്ക്രീൻ ടൈം വളരെ ചുരുക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയില്ല എന്നെപ്പോൾ റിട്ടയേർഡ് ഇതായിട്ടുള്ള ആൾക്ക് എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ഈ നല്ല കാലത്തെ നീക്കിയിരിപ്പുകളെക്കുറിച്ച് നമ്മളുടെ ഒരു അല്ലാത്ത കാലത്ത് നമ്മൾ പരിതപിക്കും.
അത് ഫിനാൻഷ്യലി നമ്മളത് മാനേജ് നമ്മുടെ ഒരു മിസ്മാനേജ്മെൻ്റ് ആണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പൊതുവെ ജിപ്സിയാണ്. അപ്പം അതുകൊണ്ട് ഈ വീടിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചില്ല. അന്ന് എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാർ വീടുകളിൽ പറയുന്നു, നീ ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഞാൻ ശ്രമിച്ചില്ല. ഞാൻ വിളിച്ച് വാടക വീടില്ല, നമുക്ക് വാടക വീടുകളിൽ ഒരു പ്രശ്നമില്ല, ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിപ്പോവാം. മറ്റേത് പറയുന്ന കടലാസുകളോ അതൊക്കെ നികുതി അടയ്ക്കൽ, ഒരുപാട് കടലാസുകൾ അതും ഇതൊക്കെ ഐ ഹേറ്റ്. അത് ശ്രദ്ധിച്ചില്ല. അത് ഒരു വീടുണ്ടായില്ല. പിൽക്കാലത്ത് എൻ്റെ മോളെ വളരെ അലട്ടിയത് കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം എനിക്കത് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇത് കാരണമല്ല, അത് മോൾക്കത് ഒരു വളരെ വിഷമങ്ങളുണ്ടാക്കിയ ഒരു സംഭവമാണ്. അതാലോചിക്കുമ്പോൾ എനിക്ക് പശ്ചാത്തലം പറഞ്ഞാൽ ചെയ്യേണ്ടതായിരുന്നു. എങ്കിലൊരു വീടുണ്ടാവുമായിരുന്നു. വീടുണ്ടാവുകയാണെങ്കിൽ പലതും ഈ വാടക എന്നുള്ള സാധനം മുൻകൂട്ടി അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ വീടുണ്ടാക്കുന്ന കാലത്ത് കുറച്ചായിട്ട് കൊടുത്തിട്ട് എത്ര ആൾക്കാർ ഇപ്പോഴും വീട് വാങ്ങിയ ശേഷം അടച്ചാൽ മതിയില്ല. അതുപോലെ അത് ചെയ്യാമായിരുന്നു. അത് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റാണ്. വേറെ വിധത്തിൽ നിന്നൊക്കെ ഞാൻ വിവാഹം ചെയ്തത് തന്നെ വലിയൊരു തെറ്റാണ്. കാരണം 2 പേരൊക്കെ എത്ര വിഷമിപ്പിക്കേണ്ടി വന്നു. പിന്നെ ഇതുമാതിരിയുള്ള വീട്ടിൽ ഇത് അല്ലെങ്കിൽ അവരുണ്ടാവുമായിരുന്നില്ല. എൻ്റെ മോളുടെ മരണം എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നല്ല. അപ്പം എനിക്കൊരു മോളെ ഇല്ലായിരുന്നെങ്കിലോ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അല്ലാതെ പശ്ചാത്തപിക്കണം. വീടിൻ്റെ ഒരു ഇതാണ് അത്. അത് കാരണം മറ്റുള്ളവർക്ക് വിഷമം ആയി എന്നുള്ളത്, അത് മോൾക്കത് വളരെ പ്രശ്നം ഉണ്ടാക്കിയ ഇതാണ്. കാരണം അവൾ ജോലി ചെയ്യുന്ന സമയത്ത് പലതും സാലറിയുടെ വലിയൊരു ഭാഗം ബാംഗ്ലൂർ പോലെയുള്ള സിറ്റിയിലൊക്കെ താമസിക്കും. വളരെയധികം വാടകയുള്ള സ്ഥലമാണ്. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പ്രഭയെ പോലുള്ള വളരെ ചെറുപ്പകാലത്ത് തന്നെ കുവൈറ്റ് പോലുള്ള ഒരു നാട്ടിൽ ജോലി ചെയ്യുന്ന നേഴ്സ്, ഹൈ സാലറീഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലാണല്ലോ. മേതിലും അതുപോലെ തന്നെ നല്ല ജോലിയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം സത്യത്തിൽ നിങ്ങൾ ഫിനാൻഷ്യലി സെക്യൂർ ആയിരുന്നു? സെക്യൂർ ആയിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ വേർപെട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞു നേരത്തെ അമേരിക്കയിൽ പോകാൻ തയ്യാറായിട്ട് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജോലി വെച്ച് അത് അത്രയും ഷുവറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചില്ല വിസ കിട്ടതൊന്നും അത്ര വലിയ പ്രോബ്ലം ആയിരുന്നു. അപ്പം ഞാൻ പ്രഭയുടെ നാട്ടിലേക്ക് വെക്കണം. കുട്ടികൾ ഇവിടെ ഒറ്റയല്ല, അവർ കുട്ടികളുടെ അടുത്ത് ആയിരിക്കട്ടെ. അവിടെ ജോലി ചെയ്യുന്ന പൈസ അയച്ചു കൊടുക്കുന്ന സമ്പാദിക്കുന്നില്ല. എനിക്ക് അത്ര വലിയ കൗതുകം തോന്നിയില്ല. എനിക്ക് പൈസയോടെ ആ ഒരു ഇതല്ലായിരിക്കും. അടുത്ത ദിവസം വീട്ടിൽ ചോറ് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഘട്ടം വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലും ഞാൻ പരിഭ്രമിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാം ആരുമില്ല, വെള്ളം പോയില്ല. അപ്പോൾ മോളുടെ ഇതോടുകൂടി ആകുമ്പോൾ എന്തെല്ലാമോ പോയി, ആ ഒരു മോട്ടിവേഷൻ പോയി. ഈ ഭൂമിയിൽ നിന്നും പോകുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഐ ആം റെഡി ഫോർ ഇറ്റ് ആക്ച്വലി. എനി മീൻസ് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഓഫ് കോഴ്സ് ഭൂമിയെ വിട്ട് പോകുന്നതിലേക്ക് സംഭവം, ബിക്കോസ് ഇറ്റ്സ് എ ലവ്ലി തിങ്. അല്ലാതെ മരണത്തിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഓൾറെഡി ശരിക്കും പറഞ്ഞ മനസ്സുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞു. എൻ്റെ ഔദ്യോഗിക മരണേ പൂർത്തിയാണുള്ളൂ. ഐ ആം ഓൾറെഡി എ ഡെഡ് പേഴ്സൺ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞു, ഇതൊക്കെ എൻ്റെ മരണാനന്തര അനുഭൂതികളായിരിക്കും. വാട്ട് ഈസ് ദ പ്രൂഫ് ദാറ്റ് യു ആർ സ്റ്റിൽ അലൈവ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല മരണം, ആരുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല. ഈ ഒരു ജീവിതത്തിൻ്റെ ഏതാണ്ടൊരു പൂർത്തീകരണ ഘട്ടത്തിലാണ് മേതിൽ നിൽക്കുന്നത്. ഇനി പുരസ്കാരങ്ങളുമായിട്ട്
സംഘടനകളോ എനിക്കറിയില്ല. അപ്പോൾ അത് ഓരോ മൂടാണ്, അത് അപ്പോഴത്തെ മൂടനുസരിച്ചിരിക്കും ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ ചിലപ്പോൾ എനിക്ക് വേണ്ടി എന്നെ എന്താ പറയുക ശുപാർശ ചെയ്യുന്നു. ഇത് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അറിയുന്ന വളരെ അടുത്ത ഫ്രണ്ട്സ് നമ്മളോട് ചോദിക്കാതെ അവരുടെ രീതിയിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നതാണ്. അത് ചിലപ്പോൾ സ്വീകരിച്ചെന്ന് ആ സമയത്തിൻ്റെ ഇതനുസരിച്ച് അത് സിനിമയ്ക്ക് പോവും ഇല്ലേ എന്നുള്ള മാതിരിയുള്ള ഒരു ഇതുണ്ടല്ലോ. പോകാൻ പറ്റും, പോവും, ഇല്ലെങ്കിൽ പോവില്ല. ഇപ്പോഴത്തെ എഴുത്ത് മൂഡ് എന്താണ്? ഇപ്പം ഞാൻ എഴുതാറില്ല ഒന്നും. ഇവൻ്റെ പരമാവധി എഴുത്തുതാ പിന്നെ വാട്സപ്പിൽ പിന്നെ സംസാരിക്കൽ, കുറച്ച് വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിൽ ഒതുങ്ങി നിൽക്കുന്ന എഴുത്ത് ഒരെഴുത്തുമില്ല. ഓവറോൾ ഒരു ജീവിതത്തെ നമ്മൾ എങ്ങനെ നിർവചിക്കണം? അത് ഞാൻ വ്യക്തമായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട കാമുവിനോട് യോജിക്കുന്നുണ്ട്. ഇറ്റ്സ് അബ്സർഡ്. അതിൽ വലിയ മീനിങ് ഒന്നുമില്ല. ജീവിതത്തിൽ യാതൊരു അർത്ഥമില്ല, ഉദ്ദേശമില്ല, ലക്ഷ്യമില്ല, ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമാണ്. ലൈഫ് ഇറ്റ്സെൽഫ് ഹാസ് നോ മീനിങ്, നത്തിങ്. ഈ മലയാളത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന സമകാലികരായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. മെയ്തലിന് ഒപ്പമുള്ളവരും ശേഷമുള്ളവരും ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു മുഖ്യധാരയിലേക്ക് താൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ പെടേണ്ട ആവശ്യമില്ല എന്നതിനെക്കുറിച്ചൊക്കെ മെയ്തൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊന്നും മെയ്തലിൻ്റെ കൺസേൺ അല്ലേ? അത് വളരെ പ്രൈവറ്റായ ഒരു ഇതാണോ നിങ്ങൾക്കത്? അങ്ങനെ എനിക്ക് ഒപ്പീനിയൻ ഉണ്ടാവുമോ ചിലപ്പോൾ. പക്ഷെ അതൊരു പ്രധാനമല്ല. വാട്ട് ഐ തിങ്ക് അബൌട്ട് അതർ റൈറ്റർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം മുമ്പ് ആധുനികതയുടെ കാലത്ത് ഞാൻ വ്യക്തമായിട്ട് അറ്റാക്ക് ചെയ്തിരുന്നു എഴുത്തുകാരെ. ഇപ്പം അങ്ങനെ അത് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഞാൻ വേറൊരാളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അയാൾക്കെന്താണ്, അത് എൻ്റെ മനസ്സിലൊരു തോന്നൽ. പക്ഷെ അനാവശ്യമായിട്ട് പദങ്ങൾ നിങ്ങൾ ഇതിലൊക്കെ കൊടുക്കാറില്ലേ അഭിപ്രായങ്ങളിൽ, അതുപോലെ സഭ്യമായ ഭാഷയിൽ ഇത് ചെയ്യണം. അല്ലാത്ത ഇതിൽ ചെയ്യുന്നത് അത് അവരുടെ സംസ്കാരത്തിന് കാണിക്കുന്നു. അത്രയ്ക്ക് പറയാൻ പറ്റില്ല. ഈ മെയ്തിൽ ജീവിതം പൂർണ്ണതയിലെത്തിയതായിട്ട് ഇല്ലില്ല. എൻ്റെ ജീവിതം ടോട്ടൽ വേസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു. എൻ്റെ ജീവിതം കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല, അവർക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വ്യക്തമായി 100% ഉറപ്പോടുകൂടി പറയണം. ഐ ജസ്റ്റ് അനദർ ടീച്ചർ. നമ്മളിപ്പോൾ ഉറുമ്പ് പതിപ്പോണോ അതിനിപ്പോൾ ഇത് കഴിഞ്ഞു എൻ്റെ ബേസിക്കായി എനിക്കത്രയും തോന്നില്ല. എനിക്കല്ലാതെ എനിക്ക് ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രത്യേക ഘടകങ്ങൾ വെച്ച് ഐ ഹാവ് സം വെരി എന്താ പറയുക, ഇപ്പം എൻ്റെ ഭാഷയെക്കുറിച്ച് എനിക്ക് വളരെയധികം മതിപ്പുണ്ട്. എനിക്ക് ഐ കൺട്രോൾ ഇറ്റ് വെരി വെൽ. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നമുക്ക് തോന്നും ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനോ അറിയില്ല ശരിക്കും. അപ്പം നിങ്ങളെന്തൊക്കെയോ ഇത്തരം പറയും. പക്ഷേ എൻ്റെ കറക്റ്റായിട്ട് ഉള്ള വിധത്തിലല്ല ഞാൻ ആൻസർ പറയുന്നത്. കാരണം എനിക്ക് സംസാരിക്കാനോ അറിയില്ല. മെയ്തലിനെ സംബന്ധിച്ചിടത്തോളം എഴുത്തും ജീവിതവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ആ ഒന്നിലുള്ള മെയ്തിലിയൻ അനിശ്ചിതാവസ്ഥകൾ, മെയ്തിൽ തുറന്നു വയ്ക്കുന്ന മെയ്തിലിൻ്റെ കാഴ്ചപ്പാടുകൾ മെയ്തിലിൻ്റെ ജീവിതവുമായിട്ട് കൃത്യമായ ഒരു രക്തബന്ധം പോലെ തന്നെ കലർന്നു വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഒരേ ഒരു മെയ്തിലായിട്ട് മാത്രം എക്കാലവും മെയ്തിൽ ഇവിടെ തന്നെ ഉണ്ടാവട്ടെ. മെയ്തിലിൻ്റെ സിംഹാസനം ഇനി ഒരാൾക്കും കൈമാറാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.